VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ടൗണിൽ റോഡ് ഉപരോധ സമരം നടത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സലീൽ സമരം ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജുകളിലും കെട്ടിടങ്ങൾ തകർന്നു വീഴുകയാണ്. ആ കെട്ടിടങ്ങൾ തകർന്നു വീഴുമ്പോൾ അതിനവർ ന്യായീകരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പൊളിക്കാൻ വെച്ച ബിൽഡിംഗ് ആണ് എന്നുള്ളതാണ്. പൊളിക്കാൻ വെച്ച ബിൽഡിംഗിലാണോ രോഗികളെ കിടത്തുന്നത് എന്ന് തിരിച്ചു ചോദിച്ചാൽ അവിടെ ഞങ്ങൾ ഉരുട്ടി വിഴുങ്ങിയതല്ല എന്ന് പറയുന്ന മന്ത്രി പുങ്കവന്മാരുള്ള ഈ കേരളത്തിൽ ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന ഓരോരുത്തരും പ്രതിഷേധിക്കാൻ വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനം കുട്ടിച്ചോറാവാൻ കൂടുതൽ കാലം മുന്നോട്ട് പോവേണ്ടി വരികയില്ല. നമുക്കറിയാം, നിലമ്പൂർ ഇലക്ഷൻ ഉണ്ടാവാൻ കാരണം ഇവിടുത്തെ ക്രമസമാധാനം വളരെയധികം തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്ന് ഒരു MLA പറഞ്ഞുകൊണ്ട് രാജിവെച്ച് വന്ന് അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പിന് സാഹചര്യം ഉണ്ടാക്കിയതാണ്. ഏതൊക്കെ മേഖലകളുണ്ടോ, ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ അതും മുഴുവനും തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ അവർ പുതിയ പുതിയ നയങ്ങളുമായി കൊണ്ടുവരികയാണ്. സൂംബ ഡാൻസ് പോലെ, സ്കൂൾ സമയമാറ്റം പോലെ. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസം മുകളിലേക്ക് കൊണ്ടുപോകാൻ, ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും നൂതനമായ ആശയങ്ങൾ ഈ സംസ്ഥാനത്തിന് കാഴ്ചവെക്കാൻ പോലും, നൂതനമായ ഒരു സംവിധാനം കൊണ്ടുവരാൻ പോലും ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. അടിമുടി തകർന്നു തരിപ്പണമായ ഈ സർക്കാരിനെതിരെ ഏതൊക്കെ അവസരങ്ങളിൽ പ്രതിഷേധിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്കാവുമോ? കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് വീട്ടമ്മ മരിക്കാൻ ഇടയായ സംഭവം ആരോഗ്യവകുപ്പിന്റെ തികഞ്ഞ അനാസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി തുടരാൻ വീണ ജോർജിന് അർഹതയില്ലെന്നും യൂത്ത് ലീഗ് കുറ്റപ്പെടുത്തി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് പാണ്ടിക്കാട് ടൗണിൽ റോഡ് ഉപരോധിച്ചത്. പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ ടൗൺ മധ്യത്തിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പ്രവർത്തകരെ ബലമായി പിടിച്ചുമാറ്റിയതോടെയാണ് ഉപരോധം അവസാനിച്ചത്. യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി സുനീർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഫസൽ വാളനി, KK ഷിഹാബ്, ഫാറൂഖ് ഒടോമ്പറ്റ, ബാസിത്ത് വളരാട്, T സൈനുൽ ആബിദ്, സലീം നടുക്കുണ്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.